നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ വർഷത്തെ 94 ദിവസമായ ഇന്ന് തീയതി 3/4/2024 ബുധൻ. മലയാള വർഷം 1199 മീനം 21. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഏപ്രിൽ 3 ലോക പാർട്ടി ദിനം. ഈ ദിവസം സന്തോഷം കൊണ്ടുവരുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടവരോടൊപ്പമോ സമയം ചെലവഴിച്ച് തങ്ങളുടെ വ്യക്തിത്വത്തിനും തനതായ ശൈലിക്കും അനുയോജ്യമായ ഒരു ആഘോഷം സൃഷ്ടിക്കാനായി ശ്രമിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസത്തെ ചരിത്രം. ഛത്രപതി ശിവാജി മഹാരാജിന്റെ മരണം. അദ്ദേഹം ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അടിത്തറ പാകി. കൊങ്കൺ തീരത്ത് ശക്തമായ സൈന്യവും നാവികസേനയും സ്ഥാപിച്ചു. ഛത്രപതി ശിവാജി മഹാരാജ് ഗറില്ല യുദ്ധമറിയുടെ മാസ്റ്ററായി കണക്കാക്കപ്പെടുന്നു. 1680 ഏപ്രിൽ 3 മഹാരാഷ്ട്രയിലെ റായ്ഗഡ് കോട്ടയിൽ ശിവജി അന്തരിച്ചു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 50 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ മരണകാരണം വിവാദപരമാണ്. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ച് വിവിധ സിദ്ധാന്തങ്ങളുണ്ട്. ഒരു സിദ്ധാന്തമനുസരിച്ച് അതിസാരം ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത് എന്നാണ്. ആദ്യത്തെ മൊബൈൽ ഫോൺ മോട്ടറോള ഡൈന TAC 8000X. 1983 ഇത് വാണിജ്യപരമായി ലഭ്യമായ ആദ്യത്തെ ഹാൻഡ്ഹെൽഡ് സെല്ലുലാർ മൊബൈൽ ഫോണായി മാറി. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു ഹാൻഡ്സെറ്റ് ഉപയോഗിച്ച് 1973 മോട്ടറോളയിലെ ജോൺ F. മിച്ചലും മാർട്ടിൻ കൂപ്പറും ചേർന്ന ആദ്യത്തെ ഹാൻഡ്ഹെൽഡ് സെല്ലുലാർ മൊബൈൽ ഫോൺ പ്രദർശിപ്പിച്ചു. ഏപ്രിൽ 4 നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രത്തിലും ആറാട്ട്. തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടിയേറ്റ്. അറിവ് എല്ലാവർക്കും. PSC ചോദ്യോത്തരങ്ങൾ. ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം. ആദ്യത്തെ മലയാള നാടകത്തിന്റെ പേര്. ഉത്തരം കല്യാണി നാടകം. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം ചമ്രവട്ടം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. ഉത്തരം തട്ടേക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല. ഉത്തരം നാളത്തെ വീഡിയോയിൽ. ഇന്നത്തെ വാചകം. പരാജയപ്പെടാതിരിക്കാനുള്ള ആദ്യ മാർഗം വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി നിശ്ചയിക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ. നന്ദി, നമസ്കാരം.